നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടല്ലേ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാം ട്രൂലി വയർലെസ്സിൻ്റെ കാലമാണ്. ബ്ലൂടൂത്ത് ഇയർഫോൺസ് ആയിരുന്നാലും മൗസ് ആയിരുന്നാലും കീബോർഡ് ആയിരുന്നാലും ഇപ്പോൾ നമ്മുടെ എല്ലാവരും ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആരും വയർഡായിട്ടുള്ള ഇയർഫോൺസ് യൂസ് ചെയ്യുന്നത് കുറവാണ്. കാണിച്ചാൽ കൂടുതലും വയേഴ്സിന് കേടുവരാൻ ഇയർഫോൺസ് പെട്ടെന്ന് കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബ്ലൂടൂത്ത് ഇയർഫോൺസ് ഇയർബഡ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മിവിയുടെ ട്രൂലി വയർലെസ് ഇയർബഡ്സ് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇതൊരു ട്രൂലി വയർലെസ് ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് ആണ്. ഒരു ക്യാപ്സ്യൂളിനകത്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2000 രൂപ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ സമയം കളഞ്ഞില്ല, നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് നമുക്ക് നമ്മുടെ മിവി ഡുവോപോഡ്സ് M20 എന്ന് പറയുന്ന ഈ ഇയർബഡ്സ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങിൽ വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഇതിൻ്റെ മോഡൽ നെയിം എഴുതിയിട്ടുണ്ട്, പിന്നെ 2 ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് അതിൻ്റെ മോഡലും കമ്പനിയുടെ പേരും എഴുതിയിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് റാപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് ട്രൂ ഹൈ സ്റ്റീരിയോ ആണ് വരുന്നത്. അപ്പം സൗണ്ടിന് ഡിസ്റ്റോർഷൻ വരൂലെന്നാണ് അവർ പറയുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ 70% വോളിയമിലും 4 hours വരെ പ്ലേ ബാക്ക് ടൈം കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന മൈക്ക് എന്ന് പറയുമ്പോൾ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ്. പിന്നെ ഒരു സൂപ്പർ സോളിഡ് ബാസ് പവർഫുൾ ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഇത് ചെറുതായിട്ട് വെള്ളം വീണാലൊന്ന് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ 1 ടച്ച് പെയർ ആണ്. ഇത് ടച്ചാണ് ഫുള്ള് അതിൻ്റെ കൺട്രോൾസ് വരുന്നത്. പിന്നെ നമുക്ക് 1 year വാറണ്ടിയുടെ ഒരു ലേബൽ കാണാം. പിന്നെ താഴെ നമുക്ക് അവരുടെ മെയിലും കാണാം, അവരുടെ കോൺടാക്ട് നമ്പറും കാണാം. കസ്റ്റമർ കെയറിൻ്റെ വാറണ്ടി അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ വാറണ്ടി കാർഡാണ്. അപ്പോൾ അവർ പറയുന്ന ഇന്നോവോയ്സിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ തന്നെ നമ്മുടെ വാറണ്ടി രജിസ്റ്റർ ആവും. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ക്യാപ്സ്യൂൾ വരുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഒരു ചെറിയ പാക്കിങ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ വരുന്നതെന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഇയർ ബഡ്സ് ആണ് വരുന്നത്. പെയർ ഓഫ് ഇയർ ബഡ്സ് ആണ് വരുന്നത്. അതായത് നിങ്ങളുടെ ഇയർ സൈസിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ. 2 പെയറാണ് വരുന്നത്. പിന്നെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്, സാധാ ചാർജിങ് കേബിളാണ്. പിന്നെ നമ്മുടെ മെയിൻ ക്യാപ്സ്യൂളാണ് വരുന്നത്. അപ്പോൾ ക്യാപ്സ്യൂളിൻ്റെ പുറത്ത് മിവി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടിയിലായിട്ട് അതിൻ്റെ യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. യൂസർ മാനുവലിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതാണ്. ചാർജിങ് ടൈമും ബാക്കി കാര്യങ്ങളും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ക്യാപ്സ്യൂൾ ഒന്ന് തുറന്നു നോക്കാം. ഇതിന് സൈഡിലായിട്ടാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഒരു എലാസ്റ്റിക് റബ്ബറാണ് ഇതിൽ വരുന്നത് ഹാങ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ചാർജിങ് പെർസെൻറ്റേജ് ഇവിടെ ലൈറ്റ് ഇൻഡിക്കേറ്റർ കാണിക്കുക. അപ്പോൾ 4 ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇതിൽ 3 കത്തുന്നുള്ളൂ, അതായത് അത്രയും ചാർജേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഇയർബഡ്സ് എടുത്തു. അപ്പോൾ ഇത് മാഗ്നറ്റിക് ആണ്, ചുമ്മാ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്താൽ മതി. ഇപ്പോൾ ഓരോ ഇയർബഡ്സിലും നമുക്ക് മിവിയുടെ ബ്രാൻഡിങ് എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ ടച്ചാണ് ഫുള്ള് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഏത് കാതിലാണ് നമ്മൾ വെക്കേണ്ടതെന്നുള്ള ഒരു സിമ്പലുണ്ട്. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് അവരതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ വളരെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ക്യാപ്സ്യൂളാണ്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് പെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് ബ്ലൂടൂത്ത് നിങ്ങളുടെ മൊബൈലിൽ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഡുവോപോഡ്സിൻ്റെ 2 ഇയർബഡ്സ് പുറത്തെടുക്കേണ്ട ആവശ്യമുണ്ട്, എന്നാലേ പെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 പുറത്തെടുത്തതിന് ശേഷം നിങ്ങൾ ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് നല്ലൊരു കോമ്പാക്ട് ഡിസൈനിലാണ് നമ്മുടെ ഈ ക്യാപ്സ്യൂൾ വരുന്നത്. വളരെ ഒരു വെയ്റ്റ്ലെസ് ആണ്. ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കേബിൾ കുത്തിയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ പവർ ബാങ്കിലൊക്കെ ചാർജ് ആവുന്ന പോലെയാണ് ഇതിലും ചാർജ് ആവുന്നത്. ഇൻഡിക്കേറ്റർ ഫുള്ളാകുമ്പോഴത്തേക്കും ചാർജ് ഫുള്ളായി കഴിയും. പിന്നെ നമുക്ക് ഓരോ ഇയർബഡ്സിലും ചെറിയൊരു ലൈറ്റ് കാണാം. അപ്പോൾ ഇതിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് നമ്മുടെ ഫോണിൽ ഓൺ ആവുന്നതാണ്. പിന്നെ ഇതിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് കോള് വന്നാൽ 1 പ്രാവശ്യം ഒന്ന് ടച്ച് ചെയ്താൽ മതി. 2 പ്രാവശ്യം ടച്ച് ചെയ്താൽ കോള് കട്ടാവും. 1 പ്രാവശ്യം ടച്ച് ചെയ്താൽ കോള് എടുക്കും. പിന്നെ നല്ല ചെവിക്കകത്ത് നല്ല ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഈ ലൈവ് ഗെയിം പ്ലേസ് ആയ PUBG ഫ്രീ ഫയർ ഒക്കെ കളിക്കുമ്പോൾ ചെറിയൊരു ഡിലേ വരുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഡിലേ ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. നല്ലൊരു കോമ്പാക്ട് ഡിസൈനും നല്ലൊരു ലുക്കുള്ള ഇയർബഡ്സുമാണ്.
പിന്നെ അവർക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം ആ മിവി എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗത്ത് കുറച്ച് സൈസ് കുറയ്ക്കായിരുന്നു. പിന്നെ അവിടെ ഫുൾ ടച്ചാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി പ്ലേ ബാക്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു പ്ലേ ബാക്ക് ടൈം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ യൂസേജ് വെച്ച് ഞാൻ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഞാൻ വാങ്ങുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റോർഷനും വരുന്നില്ല. നല്ല ഈ നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ബാസും ട്രബിളും ഇത് തരുന്നുണ്ട്. പിന്നെ മറ്റ് ഇയർബഡ്സിനെ പോലെ ഇത് വെളിയിൽ ഇളവി തെറിച്ചൊന്നും പോകുന്നില്ല. കറക്റ്റായിട്ട് ഫിറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇന്നത്തെ ഈ ഒരു ഇയർബഡ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബൈങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏതാണ് അതിൽ നിന്ന് വാങ്ങുക. നമ്മൾ കൊടുക്കുന്ന ആ പൈസയ്ക്കുള്ള ക്വാളിറ്റി ഇത് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കസ്റ്റമർ സർവീസ് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചില ഇയർഫോൺസിന് ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ ചെവിയിൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കില്ല. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ചെവിക്ക് ഇരിപ്പുണ്ട്. അതായത് നമ്മൾ ഈ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത് ഇളവി തെറിച്ച് പോകില്ല എന്നുള്ള ഒരു പേടി വേണ്ട. കാരണം അവർ പേഴ്സ് ഓഫ് ഇയർ ബഡ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇയർ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.